സ്വർണ്ണവിലയിൽ ട്വിസ്റ്റ്. അമേരിക്ക 0.5% പലിശ നിരക്ക് കുറച്ചിട്ടും മുന്നേറ്റമുണ്ടാക്കാതെ സ്വർണ്ണവില. കേരളത്തിൽ വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 54,600 രൂപയാണ് ഒരു പവൻ്റെ വില. ഗ്രാമിന് 6,825 രൂപയുമാണ് ഇന്നത്തെ വില. തിങ്കളാഴ്ച 5,540 രൂപയിലെത്തി. മാസത്തിലെ ഉയർന്ന നിലവാരം കുറിച്ച ശേഷമാണ് സ്വർണ്ണവില താഴേക്ക് എത്തുന്നത്. രാജ്യാന്തര വിപണിയിൽ $2,561.5 സ്വർണ്ണവില വ്യാപാരം നടക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറച്ചാൽ സ്വർണ്ണവില കുതിക്കുമെന്ന വിലയിരുത്തലിലായിരുന്നു വിപണി. ഫെഡ് തീരുമാനത്തിന് പിന്നാലെ $2,598 വരെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില എത്തിയിരുന്നു. ബുധനാഴ്ച അവസാനിച്ച യോഗത്തിൽ 0.50% പലിശ കുറയ്ക്കാനാണ് ഫെഡ് തീരുമാനിച്ചത്. പണപ്പെരുപ്പം മെച്ചപ്പെടുന്നതിനാൽ പലിശ നിരക്ക് 5% നിന്ന് 4.75% കുറച്ചത്. 4 വർഷത്തിനിടെ ആദ്യമായാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സ്പോട്ട് ഗോൾഡ് $2,598 പുതിയ ഉയരം കുറിച്ചത്. ഫെഡ് തീരുമാനത്തിന് പിന്നാലെ ഡോളർ 2023 ജൂലൈയിലെ താഴ്ന്ന നിലവാരത്തിലേക്കും വീണു. അതേസമയം ശക്തമായ തൊഴിൽ മാർക്കറ്റും പണപ്പെരുപ്പം കുറയുന്നതും ചൂണ്ടിക്കാട്ടി മാന്ദ്യ സാധ്യതകളെ തള്ളുകയാണ് ഫെഡ് യോഗശേഷം നടന്ന പത്രസമ്മേളനത്തിലെ ജെറോം പവലിൻ്റെ വാക്കുകളിൽ ഡോളറും ബോണ്ടും നേട്ടമുണ്ടാക്കിയതും നിക്ഷേപർ ലാഭമെടുത്തതുമാണ് സ്വർണ്ണവിലയെ ഇടിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം സ്വർണ്ണവില മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം 2 തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനയാണ് ഫെഡ് നൽകുന്നത്. നവംബറിലും ഡിസംബറിലുമായി നടക്കുന്ന യോഗത്തിൽ 0.5% പലിശ നിരക്ക് കുറവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് സ്വർണ്ണവിലയ്ക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാകും. അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷവും സ്വർണ്ണവിലയ്ക്ക് മുന്നേറ്റം നൽകും. ഏതായാലും കയറ്റിറക്കം സ്വർണ്ണത്തിന് എപ്പോഴും ഉള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.